ഹല്ലേലൂയ. വലിയ ആനന്ദത്തോടെ നമുക്കൊന്നു ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ ഈ വിധം നിൽക്കുവാൻ സ്വർഗം നൽകിയ ഈ അവസരത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവായ ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ആ വിഷയത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഈ ആഴ്ചയിലെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കാനായി പോവുകയാണ്. 119 സങ്കീർത്തനം 35 തിരുവചനത്തിൽ സങ്കീർത്തകൻ ആത്മപ്രേരിതനായി പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ സത്യത്തിന്റെ വഴിയിലൂടെ എന്നെ നയിക്കണമേ, ഞാൻ അതിൽ സന്തോഷിക്കുന്നു. പരിശുദ്ധാത്മാവാണ് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നത്. ഈ മണിക്കൂറുകളിൽ നമുക്ക് ദൈവാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിന്റെ ആഴങ്ങളെ ഗ്രഹിക്കുവാനും സഭയുടെ പ്രബോധനങ്ങളെ വേണ്ടവിധം തിരിച്ചറിയുവാനുമുള്ള വലിയ അഭിഷേകം നമ്മളിലെല്ലാം കത്തിപ്പടരുവാനായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം സ്വരമുയർത്തി നമുക്ക് ഇപ്രകാരം ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക, ഞങ്ങളുടെ മേൽ വരിക, ഞങ്ങളുടെ മേൽ വരിക, ഈ ശുശ്രൂഷകളിലേക്ക് വരിക, ഈ ശുശ്രൂഷകളിലേക്ക് വരിക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക്, സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, വലിയ ആഗ്രഹത്തോടെ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ പൂർണ്ണമായും പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ആത്മനിറവോടെ നമുക്ക് ഒന്നു ചേർന്ന് കർത്താവിനെ പാടി ആരാധിക്കാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഏറ്റുപറയുകയാണ്. നമുക്ക് ചേർന്ന് പാടാം, ആനന്ദത്തോടെ പാടി ആരാധിക്കാം. രാജാധിരാജൻ മഹിമയോടെ വാനവേഗത്തിൽ എഴുന്നു. ആ ബോധ്യത്തോടെ പാടുകേ. കർത്താവേ, പ്രവർത്തിക്കണമേ, അഭിഷേകം പകരണമേ, എല്ലാ ജീവിതങ്ങളിലേക്കും നിന്റെ സത്യപ്രകാശം നമുക്ക് പകർന്നു നൽകണമേ. നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ആഴമായ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ അഭിഷേകം ചെയ്യുക, തലമുറകൾ അഭിഷേകം ചെയ്യുക. നിന്ന കഷ്ടത, പരിഹാസങ്ങൾ, ദൂഷികളെല്ലാം തീരാൻ കാലമായി, ദൂഷികളെല്ലാം തീരാൻ കാലമായി. രാജാധിരാജാവേ, സന്തോഷത്തോടെ വാനമേഘത്തിൽ എഴുന്നള്ള. കരമുയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കുക. എല്ലാവരും സ്തുതിച്ചു പ്രാർത്ഥിക്കുക. ആരൊക്കെ ആഗ്രഹിക്കുന്നുവോ ആ ജീവിതങ്ങളിലേക്ക് അഭിഷേകം ഒഴുകപ്പെടുകയാണ്. ഈ സമയം അനേകം ബന്ധനങ്ങൾ തകരുകയാ, അനേകം മുഖങ്ങൾ ഒടിയുകയാ, അനേകം കെട്ടുകൾ പൊട്ടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, പ്രവർത്തിക്കണമേ. പിശാച് ഞങ്ങളുടെ ആത്മാവിൽ തന്നിരിക്കുന്ന തെറ്റായ ബോധ്യങ്ങളെ പരിശുദ്ധാത്മാവെ കത്തിച്ചാമ്പലാക്കണമേ. സത്യജ്ഞാനത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. വേഗമൊരുങ്ങാം വിശുദ്ധിയോടെ, ശുദ്ധരോടൊത്ത് ആരാധിച്ചിടാം, ശുദ്ധരോടൊത്ത് ആരാധിച്ചിടാം. രാജാധിരാജൻ ഞങ്ങളെല്ലാവരും അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെല്ലാവരും വിശുദ്ധീകരിക്കണമേ. ഒരിക്കൽ കൂടെ ചേർന്ന് പാടാം. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ. ഈ പ്രത്യാശയോടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിച്ച് ജനകോടികളിലേക്ക് അഭിഷേകം ഒഴുകട്ടെ. അനേകം ജീവിതങ്ങളിലേക്ക് അഭിഷേകം വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിലേക്ക് അഭിഷേകം വ്യാപരിക്കട്ടെ. പിശാചിന്റെ അടിസ്ഥാനങ്ങൾ തകരട്ടെ. ബന്ധനത്തിന് കെട്ടുകൾ പൊട്ടട്ടെ. സ്തുതിച്ചു പ്രാർത്ഥിക്കും മക്കളെ.
ആഗ്രഹിക്കുന്ന ജീവിതങ്ങളിലേക്ക് ഇത് അഭിഷേകം വർഷിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരം നീട്ടണമേ. നിരാശപ്പെട്ടിരിക്കുന്ന, ദുഃഖിച്ചിരിക്കുന്ന, മാറാൻ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ജീവിതങ്ങളുടെ മേൽ, സാമ്പത്തികമായി തകർന്നിരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ, ആത്മഹത്യയ്ക്കായി ചിന്തിക്കുന്ന അനേകം മക്കളുടെ മേൽ കർത്താവേ കരം നീട്ടണമേ. അഭിഷേകം പകരണമേ. സ്വർഗീയ പ്രത്യാശയ, സ്വർഗീയ ആനന്ദത്താൽ ഓരോ വ്യക്തികളെയും കർത്താവ് നിറയ്ക്കണമേ. ലോർഡ്, ഫീൽ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കും മക്കളെ. ഈ അഭിഷേകം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ. ആരാധന, ആരാധന, ആരാധന. കർത്താവ് നിറയ്ക്കണമേ, നിറയ്ക്കണമേ. ഓരോ മക്കളെയും അഭിഷേകം ചെയ്യണമേ. ദൈവരാജ്യത്തിനായി, തിരുസഭയ്ക്കായി അഭിഷേകം ചെയ്യണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, വിശുദ്ധ ഔസേപ്പേ, സകല വിശുദ്ധരെ, മലാഖമാരെ, പ്രവാചകരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഏറെ ഒരുക്കമുള്ള ഹൃദയത്തോടെ ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാ പകർന്നു നൽകുന്ന ഈ അഭിഷേകത്തെ സ്വീകരിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കാണുകയായിരുന്നു കർത്താവായ യേശുവിന്റെ കൃത്യാഗമനത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ച്. ആ വിഷയത്തോട് ബന്ധത്തിൽ പ്രവാചകന്മാരുടെ സാക്ഷ്യം നമ്മൾ കണ്ടു. ദൈവത്തിന്റെ ദൂതന്മാർ ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് നൽകിയ സാക്ഷ്യം നമ്മൾ കേട്ടു. നമ്മുടെ കർത്താവായ യേശു തന്നെ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുകയായിരുന്നു. വീണ്ടും നമ്മൾ തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയും. ഈ വിഷയത്തിന്റെ പ്രാധാന്യത നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പ്രത്യാഗമനമാണ്. ഈ പ്രത്യാശയാണ് വിശുദ്ധിയോടെ ജീവിക്കുവാൻ, നമ്മൾ ഓരോരുത്തരും സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുവാൻ, വിശ്വാസത്തിനു വേണ്ടി നിലകൊണ്ട് വിശ്വസ്തയോടെ ഈ ലോകത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രാധാന്യത നമ്മൾ എല്ലാവരും അറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ സുവിശേഷങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും, 4 സുവിശേഷങ്ങളിൽ 3 അധ്യായങ്ങൾ തന്നെ ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തോടുള്ള ബന്ധത്തിൽ ആത്മാവ് മാറ്റിവെച്ചിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം മുഴുവൻ ക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച്, മാർക്കോസിന്റെ സുവിശേഷം 13 അധ്യായം, ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം. സുവിശേഷങ്ങളിലെ ഈ 3 അധ്യായങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തുള്ള ബന്ധത്തിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഈ വിഷയത്തിന്റെ പ്രാധാന്യത. എന്തൊക്കെ തെറ്റായ പ്രചരണങ്ങളും അവിശ്വാസങ്ങളൊക്കെ ഈ നാളുകളിൽ ഉയരുന്നുണ്ടെങ്കിലും ദൈവമക്കളെ, നമ്മളൊരു വലിയ സത്യം മനസ്സിലാക്കണം, ഇതൊന്നും ഈ വിശ്വാസ സത്യത്തിന്റെ പ്രാധാന്യത്തെ എടുത്തിക്കളയുന്നില്ല. വീണ്ടും നാം വചനത്തിലോട്ട് വരിക, അവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ പറ്റും, അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ വീണ്ടും വരവാണ്. അപ്പോസ്തലന്മാരെ ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെ വളരെയധികം ദൈവജനത്തെ കാണിച്ചു കൊടുക്കുകയാണ്. കാരണം അതാണ് നമ്മുടെ പ്രത്യാശ. ഈ ലോകത്തിൽ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, ദൈവസ്നേഹത്തിൽ നമുക്കെല്ലാം വളരുവാൻ കഴിയുന്നത് ഈ ഒരു പ്രത്യാശയാണ്. ഇതാണ് നമ്മുടെ ബലം, നമ്മുടെ ഉറപ്പ്. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുകയാണ്, സഹോദരരെ, സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല. കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിന്റെ ദിനം വരുമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കർത്താവിന്റെ ദിനം,
വീണ്ടും അപ്പോസ്തലൻ അതേ അധ്യായത്തിൽ 23-ാം വചനത്തിൽ പറയുകയാണ്, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും മനസ്സും ശരീരവും അവികലമായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രത്യാഗമനത്തെ കുറിച്ചുള്ള ആ വലിയ പ്രത്യാശ സഭാമക്കൾക്ക് അപ്പോസ്തലൻ പകർന്നു കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തിലോട്ട് വരിക. 4-ാം അധ്യായം 7-ാം വചനത്തിൽ അപ്പോസ്തലൻ പറയാണ്, കർത്താവിന്റെ ആഗമനം ക്ഷമയോടെ കാത്തിരിക്കുവിൻ. സഹോദരരെ, കർത്താവിന്റെ ആഗമനം ക്ഷമയോടെ കാത്തിരിക്കുവിൻ. വീണ്ടും 8-ാം വചനത്തിൽ പറയുന്നു, എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ ആഗമനം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ആഗമനം നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. വീണ്ടും പത്രോസിന്റെ ലേഖനങ്ങളിലോട്ട് വാ. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം, ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ത്വരിതപ്പെടുത്തുവിൻ. 14-ാം വാക്യത്തിൽ പറയാ, ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി ഞാനും നിങ്ങളും അവന് കാണപ്പെടുവാൻ ഉത്സാഹിക്കുവിൻ. ഹല്ലേലൂയ. യോഹന്നാന്റെ ലേഖനത്തിലോട്ട് വാ. അപ്പോസ്തലൻ യോഹന്നാൻ എന്താ പറയുന്നത്? യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, കുഞ്ഞുമക്കളെ, യേശു പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കുവാനും അവന്റെ മുൻപിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി നമ്മൾ അവനിൽ വസിക്കുവിൻ. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലെ മുഖ്യ പ്രതിവാദി വിഷയം എന്ന് പറയുന്നത് കർത്താവായ ക്രിസ്തുവിന്റെ പ്രത്യാഗമനമാണ്. ആദിമ സഭയിലെ വിശ്വാസികള് അവര് കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ വലിയ പീഡനങ്ങളും സഹനങ്ങളും വിശ്വാസത്തെ പ്രതി അവർക്കുണ്ടായപ്പോഴെല്ലാം അവര് പരസ്പരം പറഞ്ഞും പ്രാർത്ഥിച്ചും പ്രോത്സാഹിപ്പിച്ചതും ഈ ഒരു വാക്കാണ്, മാറാനാത്ത. ഓ ലോർഡ് കം. കർത്താവേ വരണമേ, കർത്താവേ വരണമേ. കർത്താവിന്റെ പ്രത്യാഗമനത്തിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന ആ നിത്യമഹത്വത്തിലേക്ക് നോക്കിക്കൊണ്ട് സഹനങ്ങളിലും കഷ്ടതകളിലും പീഡനങ്ങളിലും അവർ പരസ്പരം ആശ്വസിപ്പിക്കുകയായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഇതെന്തുമാത്രം പ്രത്യാശയുള്ളൊരു കാര്യമാണ്. ഈ കാലഘട്ടത്തിലെ സഭാമക്കളും ഈ ഒരു പ്രത്യാശയിൽ വളരുവാനാണ് സ്വർഗം അതിയായി ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ 20-ാമത്തെ വാക്യം, ആമേൻ, കർത്താവായ യേശുവേ വേഗം വരണമേ. നമ്മുടെ പ്രാർത്ഥനയും ഇത് തന്നെയായിരിക്കണം. പ്രിയ ദൈവമക്കളെ, ഈ വിഷയത്തിന്റെ പ്രാധാന്യത വീണ്ടും ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാ. വിശുദ്ധ കുർബാനയുടെ സാക്ഷ്യം നമുക്കറിയാം. സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തിൽ പ്രാർത്ഥിക്കുന്ന വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, നീ കുരിശടയാളത്തോടു കൂടി വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വരം നൽകണമേ. ഇത്രമാത്രം അർത്ഥപൂർണമായ പ്രാർത്ഥനയാണ്. സഭ ദൈവജനത്തെ ഒരുക്കുകയാണ് ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന് വേണ്ടി. ആ ഒരു പ്രത്യാശയാൽ ദൈവജനത്തിന്റെ ജീവിതത്തെ നിറയ്ക്കുകയാണ്. നമ്മൾ ലത്തീൻ കുർബാനയിലോട്ട് വരുമ്പോൾ ലത്തീൻ ആരാധന ക്രമത്തിൽ നമ്മൾ കാണുന്നുണ്ട് വളരെ മനോഹരമായ പ്രാർത്ഥന. കർത്താവേ, നിന്റെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അവിടുത്തെ വരവനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 11-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. കുർബാനയുടെ സാക്ഷ്യം നമുക്ക് കാണാൻ കഴിയും. സീറോ മലബാർ സഭയുടെ ആരാധന ക്രമത്തിൽ ഒരു ആരാധന കാലം തന്നെ ഏലിയ സ്ലീവ മൂശ കാലം. ഈ ആരാധന കാലം
സഭ മാറ്റിവെച്ചിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ദൈവജനം വളരുവാനായിട്ട്. ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന്റെ ആ പ്രാധാന്യതയാണ്. ഇത് ആർക്കും തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇത് ദൈവവചനത്തിലെ വിശ്വാസ സത്യമാണ്. ഇത് സഭയുടെ വിശ്വാസ സത്യമാണ്. സഭാപിതാക്കന്മാരും അപ്പോസ്തലന്മാരും വിശുദ്ധരല്ല ഇത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതായും നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഈ കഴിഞ്ഞ ക്രിസ്മസിനുള്ള ബന്ധത്തിൽ വത്തിക്കാനിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളോട് മാർപ്പാപ്പ സംസാരിക്കുമ്പോൾ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു: കർത്താവിന്റെ ആഗമനം അടുത്തിരിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ക്രിസ്മസ്. ഹല്ലേലൂയ! എത്രയോ കൃത്യത നിറഞ്ഞ വാക്കുകളാണ്. ദൈവമക്കളെ, നമ്മളിത് മനസ്സിലാക്കണം. സഭയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 673 നമ്പറിൽ വളരെ വ്യക്തമായി സഭ പഠിപ്പിക്കുന്നുണ്ട്. യുഗാന്ത്യത്തിലുള്ള ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവും അതിനു മുൻപ് ഉണ്ടാവാനിരിക്കുന്ന അന്തിമ പരീക്ഷയും താമസിക്കാമെങ്കിലും ഏത് നിമിഷവും ഇത് നിറവേറിയേക്കാം. കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥമായ യുകാറ്റിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഷാലോമിന്റെ സോഫിയ പബ്ലിക്കേഷനിൽ അന്ത്യക്രിസ്തുവിന്റെ ആഗമനം എന്ന് പറയുന്ന വളരെ ചെറിയൊരു പുസ്തകമാണെങ്കിലും വളരെ മനോഹരമായൊരു പുസ്തകമാണ്. ക്രിസ്തുവിന്റെ ആഗമനത്തെക്കുറിച്ചും അന്ത്യക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം സഭയുടെയും സഭാപിതാക്കന്മാരുടെയും പ്രബോധനങ്ങൾ അല്പമായിട്ടെങ്കിലും നമുക്ക് അതിൽ നിന്നൊക്കെ ലഭിക്കും. ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയുക, യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനം എന്നുള്ള ആ വലിയ വിശ്വാസ സത്യത്തിന്റെ പ്രാധാന്യത. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഈ വിശ്വാസ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. കർത്താവ് തന്നെ പറഞ്ഞു, കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ അനേകർ നിങ്ങളെ വഴിതെറ്റിക്കുവാനായി പരിശ്രമിക്കും. ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ വെളിപ്പെടും. അപ്പോസ്തലൻ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1 ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, കാലത്തിന്റെ അന്ത്യനാളുകളിൽ അനേക കപടമായ ഉപദേശങ്ങളിലേക്കും വ്യാജമായ പ്രബോധനങ്ങളിലേക്കും ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് അവർ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുമെന്ന്. നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള അനേകം കാര്യങ്ങൾ നമ്മളെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസ സത്യത്തിൽ ദൈവവചനത്തിന്റെ പ്രബോധനവും സഭയുടെ നിലപാടും പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് പ്രിയമുള്ളവരെ, തിരുസഭയോട് ചേർന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുവാനായിട്ട് നമ്മൾക്ക് കഴിയണം ഈ വിശ്വാസ സത്യം. ഇതിനായി ലോകത്തെയും ലോകരാജ്യങ്ങളെയും ഭൂഖണ്ഡങ്ങളെയും സഭാ സമൂഹങ്ങളെയും കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും ഒരുക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ എങ്ങനെയാണ് ഇതിനു വേണ്ടി ഒരുങ്ങേണ്ടത്? ഞാനൊരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ. യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനം എന്നാണ് സംഭവിക്കുക, അതല്ല നമ്മുടെ വിഷയം. അതെന്ന് വേണമെങ്കിലും സംഭവിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. കർത്താവ് എന്ന് വന്നാലും നമ്മൾ ഒരുക്കമുള്ളവരാണോ? നമ്മൾ തയ്യാറുള്ളവരാണോ? ഇതാണ് നമ്മുടെ വിഷയം. കർത്താവ് എന്ന് വരുമെന്നുള്ളതല്ല നമ്മുടെ വിഷയം. അവൻ എന്ന് വന്നാലും നമ്മൾ ഒരുക്കമുള്ളവരാകുക. നമ്മൾ എങ്ങനെ ഒരുക്കുക? ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിച്ച് സ്നേഹത്തിന്റെ പരിപൂർണതയിലേക്ക് കടന്നു വന്ന് ക്രിസ്തുവിന്റെ സാന്നിധ്യങ്ങളായി അവന്റെ വരവനായി നമുക്ക് ഒരുങ്ങാം, ലോകത്തെ ഒരുക്കാം. പ്രിയ ദൈവമക്കളെ, ഈ ഒരു അഭിഷേകം നമുക്ക് ഏറ്റെടുക്കാം. അനേകരെ ഈ സത്യത്തിലേക്ക് നമുക്ക് നയിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. Jesus.
പരമപരിശുദ്ധനായ ദൈവം ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. ഏറെ ഒരുക്കമുള്ള ഹൃദയത്തോടെ നമുക്ക് ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ദിവ്യകാരുണ്യത്തിൽ നിന്ന് കർത്താവിന്റെ വലിയ കൃപയും അഭിഷേകവും നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന അനുഗ്രഹത്തിന്റെ സമയമാണിത്. ഇരുകരങ്ങളും പരിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് യാചനാപൂർവ്വം നമുക്ക് തുറന്നു പിടിക്കാം. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം തിരുവചന ശുശ്രൂഷയിലൂടെ കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയുമായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശയാണ് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനം. ഈ വലിയ വിശ്വാസ സത്യത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആദരം തുറന്ന് പരിശുദ്ധ കുർബാനയിലേക്ക് വിശ്വാസത്തോടെ നോക്കിക്കൊണ്ട് യേശുവിന്റെ നാമത്തെ വിളിക്ക്. ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ. ഈ സമയം അവിടുത്തെ സാന്നിധ്യത്തിന് മുൻപിൽ വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും കർത്താവേ, അവിടുത്തെ അഭിഷേകത്തിന് കരങ്ങൾ നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇത് ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ വലിയ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുന്നു. സ്വീകരിച്ചു പ്രാർത്ഥിക്കുക. നിരാശയിൽ നിന്ന്, ദുഃഖ ദുരിതങ്ങളിൽ നിന്ന്, നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ മനോഭാരങ്ങളിൽ നിന്ന്, മടുപ്പിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ സ്വതന്ത്രമാക്കുന്ന അത്ഭുതത്തിന്റെ സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, പ്രവർത്തിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഓരോ ജീവിതങ്ങളെയും ദൈവരാജ്യത്തിനായി വിശുദ്ധീകരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ കുറിച്ചുള്ള ആഴമായ പ്രത്യാശ എല്ലാ ഹൃദയങ്ങളിലേക്കും പകർന്നു നൽകണമേ. ഇരു കരങ്ങളും ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുക മക്കളെ. കർത്താവ് ഇടപെടുന്ന സമയം, അന്ധകാര ശക്തികൾ തകർക്കപ്പെടുന്ന സമയം വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഇതാ സ്വർഗം തുറക്കപ്പെടുന്നു, അഭിഷേകം വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയമതായി അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളെ സൗഖ്യമാക്കണമേ, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ഈ അഭിഷേകം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും മക്കളെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, കുടുംബങ്ങളെ ആശീർവദിക്കണമേ, സഭാ സമൂഹങ്ങളെ ആശീർവദിക്കണമേ. നിരാശയിൽ കഴിയുന്ന, ദുഃഖത്തിൽ കഴിയുന്ന, മനോഭാരത്തിലും അടുപ്പിലും കഴിയുന്ന ഓരോ ജീവിതങ്ങളെയും ആശീർവദിച്ച് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കും മക്കളെ. അഭിഷേകം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ. ലോകം മുഴുവനും വലിയ വിശുദ്ധീകരണത്തിൽ കടന്നു വരുവാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എല്ലാ ജീവിതങ്ങളെയും വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ദൈവരാജ്യത്തിനായി വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യം എനിക്കും നിങ്ങൾക്കും മനസ്സിലാകണമെങ്കിൽ നമ്മൾ യേശുവിനെ